നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ, അതായത് എൻട്രൻസ് പരീക്ഷകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് തുടക്കം കുറിക്കുന്നത് എപ്പോഴും JEE ആണ്. ഒരു നാഷണൽ ലെവലുള്ള ഒരു എൻജിനീയറിങ്ങിൻ്റെ എക്സാം തന്നെയാണ് JEE എന്ന് പറയുന്നത്. JEEയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ്, അതായത് ഈ മാസം 30 വരെ JEEക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. JEEയുടെ ആദ്യത്തെ എക്സാം നടക്കുന്നത് ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെ പല സെഷനായിട്ടാണ് എക്സാം നടക്കുന്നത്. ഫെബ്രുവരി 24 അതിൻ്റെ റിസൾട്ടും വരും. അന്നേരം നമുക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും JEEക്ക് നമുക്ക് IIT NIT പോലുള്ളിടത്തൊക്കെ നമുക്ക് JEEക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മെറിറ്റിൽ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത. എനിക്കൊന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും റിസൾട്ട് കിട്ടുന്നതും വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടിയിട്ടുണ്ട്. അന്നേരം JEE ഉറപ്പായിട്ടും എൻജിനീയറിങ് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അത് JEEക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കീം വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന എക്സാമാണ് കേരളത്തിൽ നടക്കുന്ന. ഞാൻ വളരെ സിമ്പിൾ എന്നല്ല പറഞ്ഞത്, JEEക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് കീം ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. മാത്രമല്ല സിലബസിൽ കുറേ ചേഞ്ച് JEEക്ക് ഈ വട്ടമുണ്ട്. പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ ഞാൻ വളരെ കാര്യമായിട്ട് പറയുമല്ല, എന്നാൽ പോലും ഏകദേശം ഒരു ഇൻഓർഗാനിക് ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ഏകദേശം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. 90% ഇൻഓർഗാനിക് ഇല്ല, ഓർഗാനിക് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ മാറ്റം തന്നെ. ഫിസിക്സിൽ ചെറിയ മാറ്റങ്ങളും, മാത്സിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങും മാത്തമാറ്റിക് ഇൻഡക്ഷനും ഒക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എന്നാൽ പോലും കെമിസ്ട്രിയിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻ ഒരു പോസിറ്റീവ് സൈനാണ് ഒരു എൻട്രൻസ് എക്സാമിന്. പ്രത്യേകിച്ച് JEEക്ക് സിലബസ് കുറച്ചിട്ടുണ്ട്. പൊതുവേ കഴിഞ്ഞ വർഷങ്ങളെക്കാട്ടിൽ സിലബസ് നന്നായിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതും പോസിറ്റീവാണ്. കാരണം പരീക്ഷയാണ്. നിങ്ങൾക്ക് ഇനി JEE കീമിൻ്റെ ബാച്ചിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 3000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. മെയിനായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളെ നല്ല റെഡിയാക്കി എടുക്കും. ഓരോ സബ്ജക്റ്റിൽ നിന്നും അതിൻ്റെ ബേസും കൺസെപ്റ്റും അല്ലാതെ തന്നെ അത് പഠിപ്പിച്ചതിന് ശേഷം 1000 കൂടുതൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. അന്നേരം നമുക്കൊരു ഇത് വേണം, എനിക്കൊരു പോസിറ്റീവ് വേണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, എനിക്ക് JEE അല്ലെങ്കിൽ കീം എഴുതിയെടുക്കണം. അന്നേരം JEE എഴുതിയെടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കീം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, അതിനകത്ത് സംശയം വേണ്ട. അന്നേരം നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയം അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, 6 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്ട്സ് നമ്പറും JEE ഓർ കീം. JEEക്ക് കീമിനൂടെ 3000 രൂപയുള്ളൂ. ഓർത്തോണം, JEEക്ക് സെപ്പറേറ്റ്, കീമിന് സെപ്പറേറ്റ് ഇല്ല. JEEക്കും കീമിനൂടെ എടുക്കുന്നവർക്ക് 3000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. അതിൻ്റെ ഇത്രയും ഫെസിലിറ്റീസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നതിന് 3000 രൂപ ഉള്ളൂ ഫീസ്. ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല അത്രയും കുറച്ച് ഫീസിൽ നിങ്ങൾക്ക് തരുമെന്ന് തോന്നുന്നില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നല്ലൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അന്നേരം താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്ട്സ് നമ്പറും JEE കീം എന്ന് കൊടുക്കുക, JEE/കീം എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 6235572305 നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക, ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അന്നേരം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പബ്ലിക് എക്സാമിനോടൊപ്പം ഇങ്ങനെയുള്ള എക്സാംസ് അങ്ങ് കഴിയും. അന്നേരം നമ്മൾ ഒന്ന് എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.